വെൽക്കം. റഹ്മാനാണ്. റെസ്പിറേറ്ററി പാത്തോഫിസിയോളജി സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബ്രോങ്കിയൽ ആസ്മയെ കുറിച്ചിട്ടാണ്. സോ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസിന്റെ ഹെഡിങ്ങിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എല്ലാം തന്നെ ക്രോണിക് ആയതുകൊണ്ട് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസിന്റെ ഭാഗമാണ് ഈ അസുഖവും. ആൻഡ് ആദ്യത്തെ ഒരു പ്രധാന അസുഖം COPD ആണ്. COPDയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആൻഡ് എംഫസീമയാണ് COPD ആയിട്ട് നമ്മൾ പറയാം. ദെൻ ബ്രോങ്കിയൽ ആസ്മ ഇസ് ഓൾസോ ക്രോണിക് ഡിസീസ് ആണ്. ദെൻ ബ്രോങ്കിയോടാസിസ് ഉണ്ട്. ദെൻ ബ്രോങ്കിയോലൈറ്റിസ് ഓർ സ്മോൾ എയർവേ ഡിസീസസ്. സോ ഇതിൽ രണ്ടാമത്തെ സെക്കൻഡ് വൺ ആണ് ബ്രോങ്കിയൽ ആസ്മ. വലിവ് എന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ വിളിക്കുക, വലിവ്. സോ നമുക്ക് അസുഖം എന്താണ് എന്ന് പറയണം, ക്ലാസിഫൈ ചെയ്യണം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സിനെ പറ്റി പറയണം, ദെൻ പാത്തോജെനസിസ് പറയണം, ദെൻ മൈക്രോസ്കോപ്പി അതിനകത്ത് പാത്തോളജിക്കൽ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പറയണം, ദെൻ സിംറ്റംസ് ആൻഡ് ഡയഗ്നോസിസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ടത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു എയർവേ ഡിസീസ് ആണ് എന്നുള്ളതാണ്. എയർവേ ഡിസീസ് ആണ് പ്രശ്നം. ലങ് പാരൻകൈമയെ, ലങ്ങിന്റെ പാരൻകൈമൽ സെൽസിനെ ബാധിക്കുന്ന പ്രശ്നമല്ല എയർവേ. എയർവേ എന്ന് പറയുമ്പോൾ ലങ്സ് നമ്മൾ വരച്ചാൽ ഇങ്ങനെ വരച്ചാൽ എയർവേ ആണ് ബാധിക്കും. സോ എയർവേയിലാണ് ഇവിടെ ഒബ്സ്ട്രക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ഒബ്സ്ട്രക്ഷൻ ടു ഫ്ലോ ഓഫ് എയർ. എയർ ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് ആണ് തടയുക. സോ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസിന്റെ അണ്ടറിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുക. ആൻഡ് പ്രോബ്ലം എവിടെയാണ് എന്ന് വെച്ചാൽ പ്രോബ്ലം ഈസ് ഇൻ എക്സ്പിറേഷൻ. പുറത്തേക്ക് എക്സ്പയർ ചെയ്യുന്നതിലാണ് പ്രശ്നം. പുറത്തേക്ക് ശ്വാസം മുഴുവൻ ശരിയായി പുറം തള്ളാത്തത് പറ്റാത്തതാണ് അടിസ്ഥാന പ്രശ്നം. സോ അപ്പൊ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? വൺ ഈസ് നാരോവിംഗ് ആണ്. നാരോവിംഗ് ഓഫ് എയർവേസ് നാരോവിംഗ് ഉണ്ട്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് പ്രശ്നം. ട്രക്കിയോ ബ്രോങ്കിയൽ ലെവലിലാണ് പ്രശ്നം നാരോവിംഗ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ബ്രോങ്കിയൽ ലെവലിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയാം. രണ്ടാമത്തത് ദിസ് ഇസ് ക്രോണിക് ആണ് എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ക്രോണിക് പ്രശ്നമാണ്. ദീർഘനാളായി ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കൂടുതലാവും, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് റിലാപ്സിംഗ് ആണ് എന്ന് പറയാം. പിന്നെയും ഇടവിട്ട് അല്ലെങ്കിൽ എപ്പിസോഡിക് ആണ് എന്ന് വിളിക്കാം. എപ്പിസോഡിക് അല്ലെങ്കിൽ പാരോക്സിസ്മൽ എന്നും പറയാം. പാരോക്സിസ്മൽ ആണ് പ്രശ്നം രൂക്ഷമാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാകുന്നത് മിക്കവാറും രാത്രിയിലാണ്. സോ രാത്രിയിലും ഏർലി മോർണിംഗിലുമാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരിക. നാരോയിങ് ആണെന്ന് പറഞ്ഞു. നാരോയിങ് ഓഫ് എയർവേസ് മീൻസ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ്. ആൻഡ് ദിസ് ഈസ് റിവേഴ്സിബിൾ ആണ് എന്നുള്ളതാണ്. സോ റിവേഴ്സിബിൾ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ആണ്. COPDയിൽ പക്ഷേ റിവേഴ്സിബിൾ ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് റിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ തെറാപ്പി. മരുന്ന് കൊടുക്കുമ്പോഴും റെസ്റ്റ് ചെയ്യുമ്പോഴും ഇത് റിലീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് നാലാമത്തെ പോയിന്റ്, ഇതിന് കാരണമാകുന്നത് ഇൻഫ്ലമേഷൻ ആണ്. സോ ദിസ് ആൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. ചില പ്രശ്നങ്ങൾ ഇൻഫ്ലമേഷൻ മൂലമാണ് പ്രശ്നം. ആൻഡ് ദിസ് കോസസ് ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ഓഫ് ലങ്സ് അമിതമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. സോ നമുക്കൊരു ക്ലിനിക്കൽ ടൈപ്പ് ഡെഫിനിഷൻ, പറയാം, അല്ലാത്തതും പറയാം. സോ ബ്രോങ്കിയൽ ആസ്മയെ കുറിച്ചിട്ടാണ്. ബ്രോങ്കിയൽ ആസ്മ ഈസ് പാരോക്സിസ്മൽ പോസിബിലി അലർജി. കാരണം ഇൻഫ്ലമേഷൻ വരുന്നത് അലർജി മൂലമാണ്. പോസിബിലി അലർജിക് ഇൻഫ്ലമേഷൻ ഓഫ് എയർവേസിനാണ് പ്രശ്നം നമ്മൾ പറഞ്ഞു. അക്കമ്പനീഡ് ബൈ, ക്ലിനിക്കൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. അക്കമ്പനീഡ് ബൈ വീസിംഗ് ഉണ്ട്, ദെൻ കഫ് ഉണ്ട്, ദെൻ ബ്രെത്ത്ലെസ്നെസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ഉണ്ടാകുന്നത് മിക്കവാറും രാത്രിയാണെന്ന് പറഞ്ഞു. മോസ്റ്റ്ലി ഒക്കറിങ് ഡ്യൂറിങ് നൈറ്റ് ആകാം, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആകാം. സോ ഇതാണ് നമുക്കൊരു ക്ലിനിക്കൽ ഡെഫിനിഷൻ. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞെല്ലാം എടുത്തിട്ട് ക്രോണിക്, റിലാപ്സിംഗ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. കോസിംഗ് എന്താ ഉണ്ടാക്കുന്നത്? റിവേഴ്സിബിൾ ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഡ്യൂ ടു ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ഓഫ് ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ എന്ന് നമുക്ക് പറയാം. സോ പല രീതിയിൽ നമുക്ക് പറയാം. ആൻഡ് കുട്ടികളായിരിക്കുമ്പോൾ ആൺകുട്ടികളിലാണ് കൂടുതൽ. സോ കുട്ടികളിൽ ആൺകുട്ടികളിലാണ് കൂടുതൽ എങ്കിലും അഡൽട്സ് ആകുമ്പോൾ തുല്യമാണ്. ഫീമെയിൽസ് ആൻഡ് മെയിൽ ഈക്വൽ ചാൻസ് ആണ് ഉള്ളത്. ആൻഡ് ഇതിന്റെ വെരി സിവിയർ ഫോം എന്ന് പറയുന്നതാണ് സ്റ്റാറ്റസ് ആസ്തമാറ്റിക്കസ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഇനി ഇതിന് ജനറ്റിക്സിന്റെ സ്വാധീനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിവിധ സ്വാധീനം നമുക്ക് പറയാം. ഒന്ന് ഇന്റർലൂക്കിൻ 13 ഇന്റർലൂക്കിൻ 13 ജനറ്റിക് പോളിമോർഫിസം ഉള്ളവരിലുണ്ടാകാം. ദെൻ പിന്നെ ഉള്ളത് ആഡം 33 അല്ലെങ്കിൽ DPD10, ദെൻ TSLP, ഇങ്ങനെയൊക്കെയുള്ള പലവിധ ജനറ്റിക് പ്രശ്നങ്ങൾ
ഇനങ്ങളിൽ ഉള്ളവർ, ജനറ്റിക് വേരിയേഷൻസ് ഉള്ളവരിൽ ഇതിന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ആസ്മ എന്ന് തരംതിരിച്ചാൽ, ക്ലാസിഫൈ ചെയ്താൽ, ആസ്മ ബേസ്ഡ് ഓൺ ഇനീഷ്യേറ്റിംഗ് സ്റ്റിമുലസ്, എന്തുകൊണ്ട് ആസ്മ ഉണ്ടാകുന്നു. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് എക്സ്ട്രിൻസിക് ആണ്. എക്സ്ട്രിൻസിക് ആസ്മയാണ് ഒരു തരം. രണ്ടാമത്തെ അപ്പോൾ ഇൻട്രിൻസിക് ആയിരിക്കും, ഇൻട്രിൻസിക് തരമാണ്. ആൻഡ് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു തരമുണ്ട്, മിക്സഡ് ടൈപ്പ് ഓഫ് ഉണ്ട്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ആസ്മ. പക്ഷെ കറന്റ്ലി ഇപ്പൊ നമ്മൾ വിളിക്കുക ടൈപ്പ് 2 ഇൻഫ്ലമേഷൻ, ടൈപ്പ് 2 ഇൻഫ്ലമേഷൻ ആൻഡ് നോൺ ടൈപ്പ് 2 ഇൻഫ്ലമേഷൻ, ഇങ്ങനെയാണ് ഹാരിസൺസ് ബുക്കിലൊക്കെ ഇപ്പൊ കാണാം. എന്തായാലും രണ്ടായാലും ബേസിക്കലി എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് തന്നെയാണ് സംഭവം. ആൻഡ് എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ നമുക്കതിനെ അലർജിക് എന്ന് വിളിക്കാം. അലർജിക്കിന് വേറൊരു പേര് അറ്റോപ്പിക് എന്ന് വിളിക്കാം. സോ അലർജിക് ഓർ അറ്റോപ്പിക് ആസ്മയാണ് എക്സ്ട്രിൻസിക് ആസ്മ എന്ന് പറയും. ആൻഡ് ഇതാണ് മോസ്റ്റ് കോമൺ, ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതാണ്. മിക്കവാറും ചെറുപ്പത്തിൽ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ ഇതുണ്ടാവും. സോ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ തന്നെ ഉണ്ടാവുന്ന ഇതാണ്. അപ്പോൾ ദർ വിൽ ബി സം ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകാം. ആൻഡ് ഇത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഇസിനോഫിലിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാലും ഈ ആസ്മ തന്നെയാണ്. എന്തെങ്കിലിനോടുമുള്ള ഒരു അലർജിക് പ്രശ്നം, റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അലർജി. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 ഫേസസ് ഉണ്ടാകും സാധാരണ. ഒന്ന് അക്യൂട്ട് ഇമ്മീഡിയറ്റ് ഫേസ് ആണ്. അക്യൂട്ട് ഇമ്മീഡിയറ്റ് ഫേസ് ഉണ്ടാകും. പിന്നെ ഉണ്ടാകുന്നത് ഒരു ലേറ്റ് ഫേസ് റിയാക്ഷൻ ആണ്. ലേറ്റ് ഫേസ് റിയാക്ഷൻസും ഉണ്ടാകും. ആൻഡ് ഇവരിൽ നമുക്ക് കാണാവുന്നത് IgE, ഇമ്യൂണോഗ്ലോബുലിൻ G ഭയങ്കരമായിട്ട് ഉയർന്നിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ അലർജി ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡോർ ആന്റിജൻസ് ആകാം. ഇൻഡോർ ആന്റിജൻസ് ഇപ്പോൾ ഉദാഹരണം പെറ്റ് ഡാൻഡർ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വളർത്തുമൃഗങ്ങളുടെ രോമമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഡസ്റ്റ്, പൊടി അലർജി എന്ന് നമ്മൾ പറയും. ഫംഗൈ അല്ലെങ്കിൽ മോൾഡ് മൂലമായിരിക്കാം പ്രശ്നം. അല്ലെങ്കിൽ ഇത് ഇൻഡോർ ആണ്. ദെൻ ഔട്ട്ഡോർ ആന്റിജൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പോളൻസ്, ചെടികളുടെ അല്ലെങ്കിൽ സം സ്പോർസ് അങ്ങനെയൊക്കെ ഉള്ളത്. ഇല്ലെങ്കിൽ ശരീരത്തിൽ ഭക്ഷണ രൂപത്തിലെത്തുന്നതായിരിക്കാം. ഫിഷസ്, കടലിലെ ഫിഷസ് ആയിരിക്കാം. അല്ലെങ്കിൽ നട്ട്സ് അല്ലെങ്കിൽ ബെറീസ് അങ്ങനെയൊക്കെ ഉള്ള. ഈവൻ ഫുഡ് അഡിറ്റീവ്സ്, ടാട്രാസിൻ, MSG അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ദെൻ ഒക്കുപേഷണൽ ഉണ്ട്. ഒക്കുപേഷണൽ എന്ന് പറയുമ്പോൾ ഗ്രെയിൻ ഡസ്റ്റ്, എന്തെങ്കിലുമൊക്കെ പൊടി, വുഡ് ഡസ്റ്റ്, ദെൻ സം ആന്റിബയോട്ടിക്സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളോട് നമുക്കൊരു അലർജി ഉണ്ടായിട്ടുണ്ടാകുന്നതാണ് ആസ്മ. സോ സെക്കൻഡ് കേസ് അല്ലെങ്കിൽ നമുക്ക് നോൺ ടൈപ്പ് 1 എന്ന് നമ്മൾ പറഞ്ഞത് ഇൻട്രിൻസിക് ആണ്. ഇൻട്രിൻസിക്കിനെ നമുക്ക് നോൺ അലർജനിക് ടൈപ്പ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നോൺ അറ്റോപ്പിക് എന്ന് പറഞ്ഞാലും സംഭവം ഇത് തന്നെയാണ്. ആൻഡ് ഇത് ലേറ്റർ സ്റ്റേജ് ഓഫ് ലൈഫിലാണ് വരിക. ലേറ്റർ ഇൻ ലൈഫാണ് ഉണ്ടാവുക. IgE എന്ന് പറയുന്നത് മിക്കവാറും നോർമൽ ആയിരിക്കും. ഇപ്പൊ ഇതുണ്ടാവുന്നത് ഇൻഫെക്ഷൻസ് മൂലമാകാം. ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ സംടൈംസ് എക്സർസൈസ് ഇൻഡ്യൂസ്ഡ് വരാം. ദെൻ ഇമോഷൻ, ഹൈ ഇമോഷൻസ് ഒക്കെ കൂടുമ്പോഴത്തേക്കും വരാം. എൻവയോൺമെന്റൽ ചേഞ്ചസ്, പെട്ടെന്ന് കാലാവസ്ഥ മാറ്റം, കോൾഡ് എയർ, ഹോട്ട് എയർ അങ്ങനെയൊക്കെ വരുമ്പോൾ. ദെൻ സംടൈംസ് ചില മരുന്നുകൾ, NSAIDs പോലെയുള്ള മരുന്നുകൾ കോക്സ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഉദാഹരണം ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ, ബ്രൂഫിൻ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ. സോ കോക്സിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലിപ്പോ ഓക്സിനേസ് വർദ്ധിച്ചിട്ട് ല്യൂക്കോട്രൈൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ടാകാം. ദെൻ ബീറ്റ ബ്ലോക്കേഴ്സ് പോലെയുള്ള മരുന്നുകൾ. ദെൻ ചില അസുഖങ്ങൾ, ഉദാഹരണത്തിന് നെയ്സൽ പോളിപ്സ് അല്ലെങ്കിൽ GERD ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് വരാം. ദെൻ സ്മോക്കിംഗ്, പുകവലി പ്രശ്നമാണ്. അമിതവണ്ണം, ഒബിസിറ്റി പ്രശ്നമാണ്. ദെൻ അന്തരീക്ഷത്തിലെ ചില ഗ്യാസ്, സൾഫർ, ഹൈഡ്രജൻ സൾഫൈഡോ സൾഫർ ഓക്സൈഡോ അങ്ങനെയൊക്കെയുള്ള ചില ഗ്യാസസ് മൂലവും ഇത് പ്രശ്നങ്ങൾ വരാം. പിന്നെ നമുക്ക് പാത്തോജെനസിസ് ഓഫ് ബ്രോങ്കിയൽ ആസ്മ പറയാം. പാത്തോജെനസിസിൽ നമ്മൾ പറയുന്നത് അറ്റോപ്പിക് അല്ലെങ്കിൽ അലർജിക് ബ്രോങ്കിയൽ ആസ്മയെ കുറിച്ചിട്ടാണ്. സോ ആദ്യമായിട്ട് ഒരു ആന്റിജൻ, സപ്പോസ് ഇതൊരു ആന്റിജൻ ആണ്, ആൻഡ് ദിസ് എ പോളൻ ആണെന്ന് വിചാരിക്കുക, ഓർ എനി ആന്റിജൻ ഓർ എനി അലർജൻ ടു എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. സോ അപ്പോൾ നമുക്കൊരു മ്യൂക്കോസൽ ലൈനിങ് വരയ്ക്കാം. ഇതാണ് ആളുടെ ബ്രോങ്കിയൽ എയർവേ. ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് this is the most innermost layer, that is a mucus layer ആണ്. മ്യൂക്കസ് ലെയറിൽ എന്താക്കേണ്ട, അവിടെ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. ദെൻ മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻസ് ഉണ്ട്, മ്യൂക്കസ് ഉണ്ടാക്കുന്ന ഗ്ലാൻഡുകളുണ്ട്. ദെൻ ഡെൻഡ്രൈറ്റിക് സെല്ലുകൾ പോലെയുള്ള സെല്ലുകളൊക്കെ ഉണ്ട്. ആൻഡ് ഈ പോളൻ ഓർ അലർജനെ ഇത് ഡെൻഡ്രൈറ്റിക് സെൽസ് പ്രോസസ് ചെയ്തിട്ട് T helper സെൽസ് വഴി, T helper 2 സെൽസ് വഴി, സം ഇന്റർലൂക്കിൻസ് ഒക്കെ വഴി, ആൻഡ് ഇതിനെതിരായിട്ട് ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടാക്കുന്നു. ഇമ്മ്യൂണോഗ്ലോബുലിൻ G ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദിസ് പ്രോസസ്
ഈസ് കോൾഡ് ആസ് സെൻസിറ്റൈസേഷൻ. ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, അത് കൊണ്ടുപോയി ഇത് മാസ് സെൽസ് ആണെങ്കിൽ മാസ് സെൽസിന്റെ മുകളിൽ ഇങ്ങനെ ഇമ്മ്യൂണോഗ്ലോബുലിൻ അവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. സോ മാസ് സെൽസ് കുറച്ച് ഡീഗ്രാനുലേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ അപ്പോൾ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സും സംഭവങ്ങളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ വാഗസ് നെർവ് എൻഡിങ് അവിടെ സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട്. സോ വാഗസ് എഫറൻസ് വഴി തൊട്ടടിയിലുള്ള സ്മൂത്ത് മസിൽസ് അല്ല, ഇവിടെയുള്ള സ്മൂത്ത് മസിൽസ് കുറച്ച് കൺട്രാക്റ്റഡ് ആകുമ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മൾ പറയുന്ന അക്യൂട്ട് ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. സോ അക്യൂട്ട് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാകും. സോ അവിടെയുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് അതിന്റെ റെസ്പോൺസ് വാസോഡയലേഷൻ, എഡീമ. സോ കുറച്ച് ശ്വാസം ഉണ്ടാക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് റിലീവ്ഡ് ആകും. സോ ഉണ്ടായ IgE ഇപ്പോൾ മാസ് സെൽസിന്റെ പുറത്തുണ്ട്, ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആൻഡ് ഇനി വീണ്ടും ഈ പോളൻ ഇവിടെ വരികയാണെങ്കിൽ അത് ഇവിടെ വന്ന് ഒട്ടിപ്പിടിക്കും, അത് വീണ്ടും ഇവിടെ വന്ന് ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ കോണ്ടാക്ട് ആയിട്ട് വന്നു കഴിഞ്ഞാൽ റീസെൻസിറ്റൈസ്ഡ് ഉള്ള ആൾക്കാരിൽ സോ വീണ്ടും മാസ് സെൽസിൽ IgE പിടിക്കുമ്പോൾ ദിസ് വിൽ ഗെറ്റ് ക്രോസ് ലിങ്ക്ഡ് ആകുന്നു. ക്രോസ് ലിങ്ക്ഡ് ആകുമ്പോൾ മാസ് സെൽസ് വെറ്റ് ഡീഗ്രാനുലേറ്റഡ്, മാസ് സെൽസ് ഡീഗ്രാനുലേഷൻ നടക്കുന്നു. സോ സ്റ്റിമുലേറ്റഡ് ആകുന്ന ഇതുവഴി സ്റ്റിമുലേറ്റഡ് ആകുന്ന CD4 അല്ലെങ്കിൽ T ഹെൽപ്പർ 2 സെൽസ് വഴി മാസ് സെല്ലിൽ നിന്ന് ഇന്റർലൂക്കിൻ 4 ഉണ്ടാകുന്നുണ്ട്, ഇന്റർലൂക്കിൻ 5 ഉണ്ടാകുന്നുണ്ട്, ദെൻ ഇന്റർലൂക്കിൻ 13 ഉണ്ടാകുന്നുണ്ട്, ഇന്റർലൂക്കിൻ 9 പോലെയുള്ള സംഭവങ്ങൾ. ഓൾ ദീസ് ആർ പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഓർ സൈറ്റോകൈൻസ്. പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ഓർ മീഡിയേറ്റേഴ്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. ആൻഡ് വേറെയും ചില മീഡിയേറ്റേഴ്സ് സത്യത്തിൽ ഇവിടെയുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഇന്റർലൂക്കിൻ 10 ആണ്, ദെൻ ഇന്റർലൂക്കിൻ 12 ആണ്. ആൻഡ് ഇതെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്. ആൻഡ് ഇതിന്റെ അളവ് ഇവിടെ കുറയുകയും ഇതിന്റെ അളവുകൾ കൂടുകയും ചെയ്യുകയാണ്. ആൻഡ് ഇതിൽ ഇന്റർലൂക്കിൻ 5 ആണ് ഇമ്പോർട്ടന്റ്. ഇന്റർലൂക്കിൻ 5 ചെയ്യുന്നത് ഇത് മറ്റ് ചില സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഏത് സെല്ലാന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇസിനോഫിലിക് സെല്ലുകളെ. സോ ദിസ് വിൽ സ്റ്റിമുലേറ്റ് ദ ഇസിനോഫിലിക് സെൽസ്. സോ ഇസിനോഫിലിക് സെൽസ് എന്ത് ചെയ്യും, ഇസിനോഫിലിക് സെൽസ് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യും. ഇസിനോഫിലിക് സെൽസ് റെസ്പിറേറ്ററി എയർവേയിലേക്ക് കൂടുതലായിട്ട് വരുന്നു, ഇൻഫിൽട്രേഷൻ നടക്കുന്നു. ഇന്റർലൂക്കിൻ 4 കൂടുതലായിട്ട് IgE കൂടുതലായിട്ട് ഇന്റർലൂക്കിൻ 4 സെൽസ് വഴി കൂടുതലായിട്ട് ഉണ്ടാക്കും. ആൻഡ് ഇന്റർലൂക്കിൻ 13 എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ഉണ്ടാക്കുന്നു. ആൻഡ് ദിസ് കോസസ് എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ഉണ്ടാകും. ആൻഡ് മാസ് സെൽസ് ആൻഡ് ഇസിനോഫിലിക് ഡീഗ്രാനുലേഷൻ, ഇസിനോഫിലിക് സെൽസിൽ നിന്നും റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാസ് സെൽസിൽ നിന്നും റിലീസ് ചെയ്യുന്ന മറ്റ് ഒരുപാട് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്, ഉദാഹരണം ലൂക്കോട്രൈൻസ് പോലുള്ളത്. ലൂക്കോട്രൈൻസ് B4 ഉണ്ട്, C4 ഉണ്ട്, D4 ഉണ്ട്. ദെൻ പ്രോസ്റ്റാഗ്ലാൻഡിനിലെ ഫേമസ് പ്രോസ്റ്റാഗ്ലാൻഡിൻ D2 ആണ്. സോ ഇതെല്ലാം ചേർന്ന് ബ്രോങ്കിയൽ ടിഷ്യൂവിൽ വിവിധ തരം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സോ ദേ വിൽ ഓൾ മേക്ക് ചേഞ്ചസ് ഇൻ ദ ബ്രോങ്കിയൽ ടിഷ്യൂ. ആൻഡ് ഇവയെല്ലാം മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആൻഡ് ദിസ് കോസസ് എയർവേ റീമോഡലിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. ഇൻ ബ്രോങ്കിയൽ ആസ്മ എയർവേ ഈസ് റീമോഡൽഡ് ആൻഡ് ദിസ് കോസസ് എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ഉണ്ടാക്കും. ആൻഡ് ദിസ് കോസസ് ഫൈനലി എയർവേ ചുരുങ്ങാൻ കാരണമാകുന്നു. സോ അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണെന്ന് വെച്ചാൽ വൺ ഈസ് ഹൈപ്പർപ്ലാസിയ ഓഫ് മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗോബ്ലെറ്റ് സെൽസ്. സോ ഇവിടെയും ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട് ആൻഡ് ഇവിടെ താഴത്ത് ഇവിടെയും ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. സോ അത് കൂടുതലാവുന്നു. ഹൈപ്പർപ്ലാസിയ എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ കൂടുതലാണ്. സോ ഇതുമൂലം കൂടുതലായിട്ട് മ്യൂക്കസ് ഇവിടെ വരുന്നു, മ്യൂക്കസ് ഇവിടെ വന്ന് ക്ലോഗ്ഡ് ആവും. മ്യൂക്കസ് ഇങ്ങനെ വന്നിട്ട് സോ എയർവേ ബിക്കം നാരോ ഓർ ലൂമൻ ബിക്കം നാരോ, എയർ പാസേജസ് ബ്ലോക്ക് ആവും. സോ മ്യൂക്കസ് ഹൈപ്പർ സെക്രീഷൻ ആണ് 1. സോ മ്യൂക്കസ് ഹൈപ്പർ സെക്രീഷൻ മൂലം അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഹൈപ്പർപ്ലാസിയ ഓഫ് മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗോബ്ലെറ്റ് സെൽസ്. രണ്ടാമത്തെ പ്രശ്നം ഇൻക്രീസ്ഡ് ഡെപ്പോസിഷൻ ഓഫ് സബ് എപ്പിത്തീലിയൽ കൊളാജിൻ ടൈപ്പ് 1. സോ ഇവിടെ ദിസ് ഈസ് ദ ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. ഈ സെല്ലിന്റെ ഇവിടെ കൂടുതലായിട്ട് കൊളാജിൻ 1ഉം 3ഉം ഒക്കെ അടിയുമ്പോൾ സബ് ബേസ്മെന്റ് മെംബ്രെയിൻ ഫൈബ്രോസിസ്. സോ രണ്ടാമത്തത് സബ് ബേസ്മെന്റ് മെംബ്രെയിൻ ഫൈബ്രോസിസ് ബിക്കോസ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് സബ് എപ്പിത്തീലിയൽ കൊളാജിൻ ടൈപ്പ് 1 and 2. സോ ദിസ് ക്യാൻ കോസ് എയർവേ സ്റ്റിഫനിങ്. മൂന്നാമത്തെ പ്രശ്നം ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി. ഇവിടെ കൂടുതലായിട്ട് ബ്ലഡ് വെസൽസ് കൂടുതലായിട്ട് വരുന്നു. ആൻഡ് അത് കൂടുതലാവുമ്പോൾ അവിടെ അത് ഡയലേറ്റ് ചെയ്യുകയും എഡീമ, കൺജഷൻ, ഇതും എയർവേ പാസേജസ് ബ്ലോക്ക് ആകും. ആൻഡ് നാലാമത്തെ പ്രശ്നം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇൻക്രീസ്ഡ് ഇൻഫിൽട്രേഷൻ ഓഫ് ഇസിനോഫിൽസ് ആൻഡ് ന്യൂട്രോഫിൽസ്. ഇസിനോഫിലിക് സെൽസ് ആൻഡ് ന്യൂട്രോഫിലിക് സെൽസ് ഒരുപാട് ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. സോ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് വർദ്ധിക്കുന്നുണ്ട്. ദിസ് ഓൾസോ കോസസ് ഇൻക്രീസ്ഡ് ഇസിനോഫിലിക് സെൽസ്, ഇസിനോഫിലിക് ഇൻഫിൽട്രേഷൻ. നാലാമത്തെ പ്രധാനപ്പെട്ടത് സ്മൂത്ത് മസിൽ സെൽസ്. ഇവിടെയുള്ള സ്മൂത്ത് മസിൽ സെൽസ് ഹൈപ്പർപ്ലാസിയ ഉണ്ടാകും. ഹൈപ്പർപ്ലാസിയ മീൻസ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സ്മൂത്ത് മസിൽ സെൽസ്. സ്മൂത്ത് മസിൽ സെൽസിന്റെ എണ്ണം ഇവിടെ കൂടുന്നു വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി. ദേ ആർ ഹൈപ്പർ ആക്റ്റീവ് ആണ്. സോ ഹൈപ്പർ ആക്റ്റീവ് ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസ് ഉണ്ടാകുന്നു. ദിസ് കോസസ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. സോ ഇതിനെ ചുരുക്കുന്നു, അപ്പോഴും ലൂമൻ ചെറുതാകുന്നു. സോ
സോ ഓൾ ദീസ് കോസസ് ഡിക്രീസ്ഡ് സൈസ് ഓഫ് ലൂമൻ ഓർ ലൂമൻ ഒബ്സ്ട്രക്ഷൻ ആണ് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് ഓൾ ലീഡ്സ് ടുഗദർ ടു റെഡ്യൂസ് ദ ലൂമൻ സൈസ്. സോ ഈ മൊത്തം പ്രശ്നങ്ങളെ നമ്മൾ ചിലപ്പോൾ ട്രയാഡ് ആയിട്ട് പറയാറുണ്ട്. ട്രയാഡ് മീൻസ് കൺസിസ്റ്റ് ഓഫ് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, ദെൻ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിന്റെ ഹൈപ്പർപ്ലേസിയ ഉണ്ട്, ആൻഡ് ദീസ് ആർ ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, ആൻഡ് ഓൾസോ ദർ ഈസ് ഇൻഫ്ലമേഷനും ഉണ്ട്. സോ ശ്വാസം തിരിച്ചു വിടാൻ പറ്റാതെ വരും, എഫിക്കസി കുറയും. സോ ശ്വാസം തിരികെ പോകുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഒരു വീസിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, വീസിങ് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് പറയാം. ഡയഗ്നോസ്റ്റിക് മെത്തേഡിൽ നമ്മൾ ഈ സ്ഫുട്ടത്തെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ സ്ഫുട്ടം നമ്മൾ എടുക്കുകയാണ്, സ്ഫുട്ടത്തിന്റെ മൈക്രോസ്കോപ്പി നമുക്ക് ചെയ്ത് നോക്കാം. മൈക്രോസ്കോപ്പി ഓഫ് ദ സ്ഫുട്ടം റിവീൽസ് 3 C's, 3 കാര്യങ്ങളാണ്, 3 C ആണ്. 1 ഈസ് ചാർക്കോൾ ലെയ്ഡൻ ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ പറ്റും. സോ ബിക്കോസ് ഓഫ് ഗാലക്ടാൻ 10 ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചാർക്കോൾ ലെയ്ഡൻ ക്രിസ്റ്റൽസ് കാണാം. രണ്ടാമത്തത് ക്രിയോള ബോഡീസ് ആണ്. ദിസ് ഇസ് ഡ്യൂ ടു എപ്പിത്തീലിയൽ സെൽസ് മൂലമാണ് ക്രിയോള ബോഡീസ് കാണുക. മൂന്നാമത്തത് നമുക്ക് കാണുന്നത് ക്രഷ്മെൻസ്, കർഷ്മെൻസ് എന്നാണ്, കർഷ്മാൻ സ്പൈറൽ എന്നാണ് അതിന് പറയാ. മ്യൂക്കോസൽ പ്ലഗ് ആണ് സംഭവം, മ്യൂക്കോസൽ പ്ലഗ്സ് ബിക്കോസ് ഓഫ് മ്യൂസിൻ. റെസ്പിറേറ്ററി എപ്പിത്തീലിയൽ സെൽസും ഈ മ്യൂസിനും കൂടി ചേർന്നിട്ട് ഒരു ട്വിസ്റ്റഡ് സ്ട്രിപ്സ് ആണ് നമ്മൾ സ്പ്യൂട്ടം സ്പെസിമെനിൽ കാണുക. സോ ഇഫ് യു എക്സാമിൻ സ്പ്യൂട്ടം നമുക്ക് ഈ 3 കാര്യങ്ങൾ അതിനകത്ത് കാണാം. സോ ദിസ് എ ഡയഗ്നോസ്റ്റിക് മാർക്കർ. ഇനി സ്പ്യൂട്ടം നോക്കാതെ പിന്നെ നമുക്ക് ചെയ്യുന്നത് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്പൈറോമെട്രി ആണ്. സ്പൈറോമെട്രിയിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുക ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയം ഇൻ 1 സെക്കൻഡ്. ഇതാണ് FE1 ആണ് നമ്മൾ നോക്കിയാൽ ഇറ്റ് വിൽ ബി ഡിക്രീസ്ഡ്, കുറവായിരിക്കും. രണ്ടാമത് നമുക്ക് നോക്കാവുന്നത് FE1 സെക്കൻഡ് ടു FE4 മൊത്തം ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയം കപ്പാസിറ്റി, ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയത്തിന്റെ മൊത്തം കപ്പാസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമ്മിലുള്ള റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ആസ്മാറ്റിക്സ് അത് കുറവായിരിക്കും എന്നുള്ളത്. ദെൻ ഇസ്നോഫിൽസ് നമുക്ക് ബ്ലഡിൽ നോക്കാം. ഇസ്നോഫിലിക് കൗണ്ട് സം അറൌണ്ട് 300 ആയിരിക്കും. കൂടുതലാണ്, അപ്പോൾ 300 സെൽസ് ആണ്. വളരെയധികം കൂടുന്ന വേറെ പ്രശ്നങ്ങളാണ്, അതല്ല സം അറൌണ്ട് ദിസ്. ദെൻ പ്രൊവക്കേറ്റീവ് ടെസ്റ്റ് ഉണ്ട്, ആസ്മ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അത് യൂസിങ് മെത്താക്കോളിൻ എന്ന് പറഞ്ഞൊരു കോളിൻ എസ്റ്റർ സാധനമാണ്. മെത്താക്കോളിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും FEV ഡിക്രീസ് ബൈ 20%. അതാണ് ഒരു പ്രൊവക്കേറ്റീവ് ടെസ്റ്റ്. ദെൻ ബ്രോങ്കോ ഡയലേറ്റർ ടെസ്റ്റ് ഉണ്ട്, ബ്രോങ്കോ ഡയലേറ്റർ റിവേഴ്സിബിലിറ്റി ടെസ്റ്റ് നമ്മൾ സാൽബ്യൂട്ടമോളൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ FEV1 എന്ന് പറയുന്നത് ഒരു 10 to 12% ഇൻക്രീസ് കൂടുന്നു. സോ മെത്താക്കോളിൻ കൊടുക്കുമ്പോൾ കുറയണം, ഇത് കൊടുക്കുമ്പോൾ കൂടണം. ഇനി ചെസ്റ്റ് റേഡിയോഗ്രാഫി, CT വേണമെങ്കിൽ ചെയ്യാം, എക്സ്റേ വേണമെങ്കിൽ ചെയ്യാം. ദെൻ IgE നമ്മൾ ഓൾറെഡി പറഞ്ഞു, IgE സ്കിൻ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. റേഡിയോ അലർജിക് സോർബൻ ടെസ്റ്റ് പോലെയുള്ള ഡയഗ്നോസിസിനൊക്കെ ഉപയോഗിക്കാം. ദെൻ ഇതല്ലാതെ മറ്റു ചില നൈട്രിക് ഓക്സൈഡ് ഗ്യാസ് ഒക്കെ കൊടുത്തിട്ട് FE1S ചെയ്യുന്ന ഫെനോ ടെസ്റ്റ് ഉണ്ട്. ദെൻ പൾസ് ഓക്സിമീറ്റർ ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ചില ടെസ്റ്റുകളാണ്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ, സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ പറഞ്ഞാൽ ഒന്ന് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കഫാണ്. പെർസിസ്റ്റന്റ് കഫ്, തുടർച്ചയായിട്ടുള്ള ചുമ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ അയാൾക്ക് ശ്വാസം മുട്ടുണ്ട്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസം പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ചെസ്റ്റ് ഭയങ്കര ടൈറ്റഡ്നെസ് തോന്നും. ദെൻ എൻഡ് റെസ്പിറേറ്ററി വീസിങ്, ശ്വാസം വിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു വീസിങ് സൗണ്ട് കേൾക്കുന്നു നമ്മൾ പറഞ്ഞു. ദെൻ ഹൈപ്പർ റെസൊണൻസ് അറ്റ് ലങ് നമ്മൾ പെർക്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പർ റെസൊണൻസ് അവിടെ നമുക്ക് കേൾക്കാൻ പറ്റും. ദെൻ സാധാരണ നോർമൽ ആയിട്ടുള്ള ഫറ്റീഗ് കാണാം, ചിലപ്പോൾ ഫീവർ കാണാം. ദെൻ മൂക്ക് വൈഡ് നോസ്ട്രിൽസോ ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും കൂടി കാണട്ടെ. ഇതാണ് സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയും. ഇനി നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലിനിക്കലി നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ക്ലിനിക്കൽ രോഗലക്ഷണങ്ങളുടെ കാഠിന്യം വെച്ചാണ് നമ്മൾ പറയാം. അപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ കൊടുത്തിട്ടും എത്ര ദിവസം ഉണ്ടാകുന്നു, എത്ര ദിവസം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരാഴ്ചയിൽ ഇത്ര തവണ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്ന് ഇന്റർമിറ്റന്റ് ഉണ്ട്. ദെൻ അത് തന്നെ മൈൽഡ് ഇന്റർമിറ്റന്റ് ഉണ്ട്. ദെൻ മൈൽഡ് പേഴ്സിസ്റ്റന്റ്, ദെൻ മോഡറേറ്റ് പേഴ്സിസ്റ്റന്റ്. സോ ഇത് തുടർച്ചയായിട്ട് ഉള്ളത് തന്നെയാണ്. ദെൻ പിന്നെ ഉള്ളത് സിവിയർ പേഴ്സിസ്റ്റന്റ്. സോ ഇങ്ങനെയൊക്കെ നമുക്ക് തരംതിരിക്കാം. ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പറയാം. അപ്പോൾ ഓരോരുത്തരും എന്തൊക്കെ മരുന്നാണ് കൊടുക്കുന്നത് എന്നുള്ള ട്രീറ്റ്മെന്റ് പറയുമ്പോൾ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ അബൌട്ട് ബ്രോങ്കിയൽ ആസ്മ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.